നമസ്കാരം. ഇന്ന് നമ്മുടെ 1302 എപ്പിസോഡാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു വെബ് സീരീസ് ഇങ്ങനെ ചെയ്ത എപ്പിസോഡ്, അതൊരു 40,000 പേര് കണ്ട്. പിന്നെ ഒരു അത് തന്നെ ഫുള്ള് എപ്പിസോഡായിട്ട് യൂട്യൂബിലിട്ട് അതും 19,000 പേര് കണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഞാനതൊക്കെ തിയേറ്റർ റിലീസ് ഉദ്ദേശിച്ച് ഞാൻ ഐഫോണിൽ തന്നെ ചെയ്തതാണ്. ഇപ്പോൾ ഐഫോണിലെങ്ങാണ്ട് എൻ്റെ അറിവിൽ 17ാമത്തെ സിനിമയാണെന്ന് തോന്നുന്നു ഐഫോണിൽ തിയേറ്റർ റിലീസ്. അതേക്കുറിച്ചൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. കുറച്ചൊക്കെ പഠിച്ചേച്ച് തന്നെ ഇതുണ്ട്. അതൊരു നമ്മുടെ ടീം ഇതുണ്ട്. ഇത് വേറെ നമ്മുടെ കൂടെ ഇതൊക്കെ തെരുവ് പട്ടികളാണ് കേട്ടോ കൂടെ വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് സബ്ജക്റ്റ് മാറിപ്പോയി. അപ്പം അതേക്കുറിച്ചൊക്കെ പഠിച്ചേച്ച് തന്നെ തിയേറ്റർ റിലീസിൽ 16 ഫിലിംസ് തിയേറ്റർ റിലീസായിട്ടുണ്ട് ഐഫോണിൽ. ഇനിയിപ്പോൾ ഐഫോണിൽ ഒരു ക്വാളിറ്റി കൂടിയൊരു ഫോണിൽ തന്നെ ഒരു ഫിലിം ചെയ്യാനാണ് എൻ്റെ ഉദ്ദേശം. ചെയ്യും. കാരണം ഈ 40ഓളം വർക്കുകൾ ചെയ്തിട്ടും 3 കൊല്ലത്തിനാണ് ചെയ്തത്. ഒന്നും എനിക്ക് തിയേറ്ററിലെത്തിക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ഒറ്റയാനായിട്ട് തന്നെ പോവുകയാണ്. ഇപ്പം എല്ലാവർക്കും പേയ്മെൻറ്റൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഋഷിരാജ് സിംഗ് സാറിനെ, മുൻ DGP സാറിനെ വെച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ഇതിപ്പോൾ അനൗൺസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു വെറും ഒരു ആണും ഒരു പെണ്ണും മാത്രമുള്ള ഒരു ഫിലിമാണ് ഞാൻ ചെയ്യുന്നത്. 2 ക്യാരക്ടറേ ഉള്ളൂ അതിനകത്ത്. അതൊരു ദ്വീപാണ് ഞാൻ എൻ്റെ ഉദ്ദേശം. ഞാനങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഏകദേശം പകുതിയായി. പക്ഷേ എനിക്ക് വർക്ക് എനിക്ക് ഇംഗ്ലീഷിൽ ചെയ്യണം എന്നാണ്. ഇംഗ്ലീഷിൽ. പക്ഷേ എനിക്ക് അങ്ങനെ ഇംഗ്ലീഷ് അത്ര സംസാരിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും വായിച്ചാൽ മനസ്സിലാകും. പക്ഷേ എനിക്കത്ര ഫ്ലുവൻ്റായിട്ടൊരു സ്ക്രിപ്റ്റ് എഴുതാനുള്ള ടാലൻ്റൊന്നും എനിക്കില്ല. അപ്പം ഞാൻ എൻ്റെ കൂടെ ഒരു അസോസിയേറ്റ് ഡയറക്ടറായിട്ട്, അതായത് എൻ്റെ സ്ക്രിപ്റ്റ്, അതായത് ബ്രിട്ടീഷ് ഇംഗ്ലീഷല്ല, അല്ലാതെ കൊളീക്കൽ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ചില രാജ്യങ്ങളുണ്ട് ഇംഗ്ലീഷ്. അങ്ങനെ സ്ക്രിപ്റ്റ് ഒന്ന് തർജ്ജമ ചെയ്യാനും അത് എൻ്റെ കൂടെ ഒന്ന് അതിനെ പ്രോംപ്റ്റ് ചെയ്യാനുമൊക്കെ ഒരാൾ എനിക്ക് വേണം. ഞാൻ ഈ കഴിഞ്ഞ വർക്ക് ചെയ്തത് എൻ്റെ ക്രൂവിൽ ആർട്ടിസ്റ്റ് സഹിതം 20 പേരേ ഉള്ളായിരുന്നു. ചില ദിവസങ്ങളിൽ 10 പേരേ ഉള്ളായിരുന്നു, ചില ദിവസങ്ങളിൽ 7 പേരേ ഉള്ളായിരുന്നു. അങ്ങനെയൊക്കെയാണ്. സാമ്പത്തിക പ്രശ്നമൊന്നുമില്ല ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതിന്. ഞാനത് തിയേറ്റർ റിലീസ് തന്നെ ആക്കും. അപ്പോൾ ഇച്ചിരി കൂടുതൽ എമൗണ്ട് ആകുന്നേ ഉള്ളൂ. കഴിഞ്ഞ വർക്ക് ആകാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 49:23 ഉള്ളായിരുന്നു. 49 മിനിറ്റ് 23 സെക്കൻഡ് ഉള്ളായിരുന്നു. എന്നിട്ട് ഞാനത് 1 ലക്ഷം പേരെ എടുത്ത് കാണിച്ച വർക്ക് ഒരു പ്രൊമോഷനും ചെയ്യാതെ തന്നെ. കുറേ ഗ്രൂപ്പുകൾ എന്നെ സഹായിച്ചു. അവർ അത് ഷെയർ ചെയ്തു. അതിൻ്റെ കുറേ ഉണ്ടായ ഗുണങ്ങളൊക്കെ. അല്ലാതെ പെയ്ഡ് പ്രൊമോഷൻ അങ്ങനെയൊന്നും ഞാൻ ചെയ്തൊന്നുമില്ല. ഇപ്പം എനിക്കൊരു സിനിമ ചെയ്യണം. അതൊരു 3 സിനിമ ചെയ്ത് മരിച്ചാലും വേണ്ടില്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് ഇങ്ങനെ ഇംഗ്ലീഷിൽ എൻ്റെ സ്ക്രിപ്റ്റ് ഒന്ന് തർജ്ജമ ചെയ്യാനും അതാരാണോ അയാൾ തന്നെ എനിക്ക് അസോസിയേറ്റായിട്ട്, എനിക്ക് വേറെ അസിസ്റ്റൻ്റൊന്നും കാണില്ല. പിന്നെ വർക്ക് അറിയാവുന്നവരാണ് ആയിരിക്കണമെന്നൊന്നുമില്ല. ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. പേയ്മെൻറ്റും കൊടുത്തോളാം. വലിയ പേയ്മെൻറ്റൊന്നും പ്രതീക്ഷിക്കരുത്. ഞാൻ വളരെ ലോ ബഡ്ജറ്റായിട്ടാണ് എല്ലാ വർക്കുകളും ചെയ്യുന്നത്. കഴിഞ്ഞ വർക്ക് ഡബ് ചെയ്യാതെയാണ് ഞാനിട്ടത്. എന്നിട്ടും അതങ്ങനെ തന്നെ വിജയിച്ചു. അപ്പോൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ആർക്കെങ്കിലും തയ്യാറാണെങ്കിൽ എൻ്റെ നമ്പർ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറയാം നമ്പർ 9745091020 ആണ് എൻ്റെ നമ്പർ. ഇത് തന്നെ എൻ്റെ വാട്സപ്പ് നമ്പരും. എന്നെ വിളിക്കുകയൊന്നും വേണ്ട. ആദ്യം വാട്സപ്പിൽ അതിൻ്റെ ഡീറ്റെയിൽ ഇടുക, ഇല്ലെങ്കിൽ ഫേസ്ബുക്കിൽ തന്നെ ഇട്ടാൽ മതി. അങ്ങനെ ആരെങ്കിലും സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ, താല്പര്യപ്പെടുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യണം. നന്ദി, നമസ്കാരം.